യൂണിവേഴ്സിറ്റിയിൽ പരാജയമുറപ്പിച്ചപ്പോൾ SFIക്കാർ ബാലറ്റ് പേപ്പർ വിഴുങ്ങി. എന്നിട്ടും തോൽവി തന്നെ. ഒടുക്കം രജിസ്ട്രാർ SFI വിജയിച്ചതായി പ്രഖ്യാപിക്കാൻ പറഞ്ഞു. പക്ഷേ VC സമ്മതിച്ചില്ല. സഭയിൽ മന്ത്രിയെ കുടഞ്ഞെറിയുകയാണ് മങ്കൂട്ടം. ഇതിലേക്കെല്ലാം നയിച്ചത് കാവ്യവൽക്കരണത്തെ എതിർക്കുന്ന ചുവപ്പുവൽക്കരണമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് എന്നതായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ വൽക്കരിക്കുന്നതിനെതിരെയുള്ളവർ ഇപ്പോൾ മന്ത്രിവൽക്കരണമാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നും പറഞ്ഞു. സ്വകാര്യ സർവകലാശാലയുടെ അടക്കി ഭരണത്തിനുള്ള മന്ത്രിയുടെ ആർത്തിയെ തുറന്നു കാണിക്കുകയാണ് മങ്കൂട്ടം. പ്രോ ചാൻസലറായ മന്ത്രിക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമാണ് ഇപ്പോൾ നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയ മങ്കൂട്ടം, മന്ത്രി ഒരു ചീട്ട് നൽകിയാൽ ഏതെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ, ഇനി CITU-കാരനാണെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ആണെങ്കിലും പോയി അക്കാദമിക കാര്യങ്ങളിൽ ഇടപെടാം എന്നാണ് പരിഹാസപൂർവ്വം മങ്കൂട്ടം പറയുന്നത്. ആ വീഡിയോ കണ്ടു നോക്കാം. അപ്പോ ഇത് നമ്മൾ തൊട്ടു മുമ്പ് ഇറക്കിയ സ്വകാര്യ സർവകലാശാല, ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രത്യേകത എന്താ? ആ സ്വകാര്യ സർവകലാശാലയിലെ അധികാരങ്ങളെല്ലാം VC ഏൽപ്പിച്ചു. ഇവിടെ എന്താ? VCയുടെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു. അപ്പൊ വൈസ് ചാൻസലറുടെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി. ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികൾ എല്ലാം വരുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ മന്ത്രി എന്താ പറയുന്നത്? മന്ത്രി പറയുന്നത് കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദു അല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററെ. അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം 8 മാസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ UDF-ന്റെ മന്ത്രിസഭ. ഒരു ബഹുമാനപ്പെട്ട അംഗം രാഘവ മാക്കൂട്ടത്തിൽ ഇതിനെപ്പറ്റി വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയത്. വൈറൽ ഡയറിയ എന്നുമാണ് അത് ഇവിടെ നടത്തിയത്. അദ്ദേഹം ഇവിടെ പ്രസംഗിക്കല്ലേ? രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. അപ്പൊ അദ്ദേഹം ഇവിടെ അദ്ദേഹം പുച്ഛവും പരിഹാസവും സാർ ആദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ 3 പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് രോദനം ഉയർന്നു എന്നാണ് പറഞ്ഞത്. രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനമാണ്. നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അപമാനിച്ചാൽ രോദനം എന്നാണ് പറഞ്ഞത്. രോദനം. ഇപ്പൊ രണ്ടാമത് വളരെ മോശമായിട്ട് സംസാരിക്കാൻ, വളരെ മോശമായിട്ട് സംസാരിക്കാൻ ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾ പിൻവലിക്കണം. ആ പ്രസ്താവന പിൻവലിക്കണം. ഈ അംഗത്തെ കുറിച്ച്, പുതിയ അംഗത്തെ കുറിച്ച് പിൻവലിച്ചാൽ മതിയാവും. അത് വേണ്ട, പിൻവലിക്കും. പ്ലീസ് അവിടെ പോയിരിക്കും. പ്ലീസ് സീറ്റ് പോയിരിക്കും. പ്ലീസ് മിനിസ്റ്റർ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്ലീസ് സമയക്രമം പാലിക്കണം. രാഹുൽ പ്ലീസ് എല്ലാം കൂടി മറുപടി പറഞ്ഞാൽ മതി. യെസ്. University autonomy is fundamental to democracy, as freedom of individual development is its very foundation. When education is exclusively controlled by the state, it becomes a tool for maintaining totalitarian regimes. In such systems, institutions of higher learning governed by the state serve as instruments to promote political agendas. ഇതെന്റെ വാക്കുകളല്ല സർ. 1948 കേന്ദ്ര സർക്കാർ UGC-കൾ രൂപീകരിക്കുവാൻ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ S. രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അധ്യക്ഷനായ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായിരുന്നു ഇത്. ഇനി ഡോക്ടർ S. രാധാകൃഷ്ണൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് വായിക്കാം. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരു പരിധിവരെയുള്ള സ്വയംഭരണാവകാശം ആവശ്യമാണ്. സ്വയംഭരണത്തിന്റെ അന്തസത്ത സ്വാതന്ത്ര്യമാണ്. സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള സ്വയംഭരണം എന്ന ആശയത്തെ ഒരു യാഥാർത്ഥ്യമായി പരിവർത്തിപ്പിക്കുവാൻ ഉതകുന്ന വികേന്ദ്രീകൃതവും ജനാധിപത്യപരവുമായ അക്കാദമിക ഭരണ സംവിധാനമാണ് നമുക്ക് ആവശ്യം. ഇത് 2008 ആണ്ടിൽ ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം MG സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ശ്രീ UR അനന്തമൂർത്തി അധ്യക്ഷനായി CPM-ന്റെ സഹയാത്രികനും ചരിത്രകാരനുമായ ഡോക്ടർ KN പണിക്കർ പ്രസിദ്ധീകരിച്ച സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ നയരേഖയിലെ വാചകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. നിങ്ങൾ ഇതിനെല്ലാം ചവറ്റുകൊട്ടയിൽ എറിയുന്ന ഒരു നിയമമല്ലേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ സാർ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ BJP-യുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു നിയമം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. BJP-യുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന നിയമത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങളത് CPM-ന് വേണ്ടി ചുവപ്പുവൽക്കരിച്ചു. ഈ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയും ചുവപ്പുവൽക്കരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മത്സരമൊന്നും മാറ്റി നിർത്തിയിട്ട് ഇതിനെ ഒന്ന് അക്കാദമികവൽക്കരിക്കുവാൻ എന്തെങ്കിലും താല്പര്യം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഉണ്ടോ? അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്കുണ്ടോ? ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എന്തായിരുന്നു? ഗവർണർ രാജായിരുന്നു. ഗവർണർ രാജ് മാറ്റിയിട്ട് ഇപ്പൊ എന്താക്കി? മന്ത്രിരാജാക്കി. ഇത്രമാത്രം വ്യത്യാസമല്ലേ ഉള്ളൂ. സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും. പ്രോ ചാൻസലറായ മന്ത്രിക്ക്
യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് സർ. ഇന്നിപ്പോ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ട മാറ്റമാണ്. അതായത് മുൻപ് ഇതിനകത്ത് നിഷ്കർഷിച്ചിരുന്നത് ഈ സർവകലാശാലയിൽ പ്രോ ചാൻസലറായ മന്ത്രിക്ക് മാത്രമല്ല അധികാരം. മന്ത്രി ഒരു ചിറ്റെഴുതി ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗത്തെയോ CIT-കാരനെ പറഞ്ഞു വിട്ടാ അവനും പോയി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ അക്കാദമികമായ കാര്യങ്ങളും വിലയിരുത്തി പരിശോധിച്ച് അഭിപ്രായം പറയാം. ആരാണ് സാർ ഇവരൊക്കെ? മന്ത്രി ചുമതലപ്പെടുത്തുന്ന ആൾക്ക് എങ്ങനെയാണ് അങ്ങനെ അധികാരം ഉണ്ടാവുക? ഇവിടെ വൈസ് ചാൻസലറിൽ നിന്നും ഇപ്പൊ കഴിഞ്ഞ ദിവസം മന്ത്രി ഈ വിഷയത്തെ പറ്റി സ്റ്റഡിയുടെ അല്ല എന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഈ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ മുൻ മന്ത്രിയായ ശ്രീ AP അനിൽകുമാർ അദ്ദേഹം പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വൈസ് ചാൻസലർക്കുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ രജിസ്ട്രാർക്കാക്കി മാറ്റുന്ന നിയമവ്യവസ്ഥിതികൾ ഈ പുതിയ നിയമത്തിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ ദിവസത്തെയും എന്ന പോലെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും വാരി വിതറി അതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്തു. ഞാൻ ഈ ബില്ലൊന്ന് പരിശോധിച്ചു. ഈ ബില്ലിനകത്ത് കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് സാർ. രജിസ്ട്രാർ സർവകലാശാലയുടെ എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരിക്കുന്നതും അദ്ദേഹം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായിരിക്കും. അപ്പോ VC-യുടെ അധികാരം രജിസ്ട്രാർക്ക് നൽകുകയല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇനി പഴയ വ്യവസ്ഥ പറയാം, സ്റ്റാറ്റ്യൂട്ട് പറയാം, അതനുസരിച്ചാണല്ലോ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നത്. ഡിസിഷൻസ് ഓഫ് ദ വൈസ് ചാൻസലർ unless otherwise specifically provided, the decision of the vice chancellor on any question relating to the election shall be final. അതായിരുന്നു വ്യവസ്ഥ. മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു മിനിസ്റ്ററെ? നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ the registrar or any other person authorized by the vice chancellor shall be returning officer for elections held by the university. അതായത് രജിസ്ട്രാർ തന്നെ റിട്ടേണിംഗ് ഓഫീസർ ആകണമെന്ന് പോലും നിർബന്ധമില്ലായിരുന്നു. വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തുന്ന രജിസ്ട്രാറോ മറ്റാർക്ക് വേണമെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ആകാമായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണാധികാരി എന്ന് പറയുന്ന രജിസ്ട്രാറാ. അപ്പൊ ഇതിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും എന്ന പോലെ മന്ത്രി പുച്ഛം പരിഹാസവും വാരിവിതറി എന്ന് പറയണം? ഇതിന്റെ അടിസ്ഥാനം എന്താണ് സാർ? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ വിചാരിക്കും ഈ നിയമം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം എന്ത്? കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ SFIയുടെ സഹാക്കന്മാർ എന്ത് ചെയ്തു? കുട്ടി സഹാക്കന്മാരാണല്ലോ, അവന്മാരെന്ത് ചെയ്തു? കുറെ ബാലറ്റ് പേപ്പർ എടുത്തങ്ങ് കഴിച്ചു, അങ്ങ് തിന്നു. അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴും ജയിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബഹളമായി. അപ്പൊ ബഹളമായി കഴിഞ്ഞപ്പോ ബാലറ്റ് പേപ്പറിന്റെ ബാലൻസ് ശരിയാകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? രജിസ്ട്രാർ പറഞ്ഞു ആ SFIയെ ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. VC പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. SFIക്കാരൻ ബാലറ്റ് പേപ്പർ തിന്നിട്ട് പോലും SFIക്കാരൻ ജയിച്ചു എന്ന് എഴുതി കൊടുക്കാത്തതിന്റെ കലിപ്പടങ്ങണം. ഈ രജിസ്ട്രാർ കലിപ്പ് പൊടിക്കുന്നടങ്ങണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വൈസ് ചാൻസലറുടെ ശുപാർശയില് നേരത്തെ പ്രോ വൈസ് ചാൻസലർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പോസ്റ്റായി മാറി. ആ പ്രോ വൈസ് ചാൻസലറെ ഇനി നിയമിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റ് ആണ്. അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. ഈ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത നേരത്തെ പ്രൊഫസർഷിപ്പ് ആയിരുന്നു, അതങ്ങ് മാറ്റി. ഇപ്പൊ എന്താ? അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതായത് പ്രൊഫസർമാര് പങ്കെടുക്കുന്ന യോഗത്തെ പ്രിസൈഡ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായ PVC ആകുന്നത് എവിടുത്തെ ന്യായമാണ് സാർ? എന്തൊരു ന്യായമാണ് സാർ? എന്തൊരു നീതികേടാണ് സാർ? ഇനിയിപ്പോ രാഹുൽ പ്ലീസ്, ഞാൻ സമയത്തില്ല സാർ. അപ്പോ ഇത് നമ്മൾ തൊട്ടു മുമ്പ് ഇറക്കിയ സ്വകാര്യ സർവകലാശാല, ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രത്യേകത എന്താ? ആ സ്വകാര്യ സർവകലാശാലയിലെ അധികാരങ്ങളെല്ലാം VC ഏൽപ്പിച്ചു. ഇവിടെ എന്താ? VCയുടെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു. അപ്പൊ വൈസ് ചാൻസലറുടെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികളെല്ലാം വരുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ മന്ത്രി എന്താ പറയുന്നത്? മന്ത്രി പറയുന്നത് കൽപ്പാന്ത കാലത്തോളം മന്ത്രി R. ബിന്ദു അല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററെ. അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം 8 മാസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ UDFന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോ പക്ഷെ ഇതിനകത്തെ വ്യവസ്ഥകൾ കൽപ്പാന്ത കാലത്തോളം മന്ത്രി R. ബിന്ദുവിന് ഗുണാനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല സാർ. ആകെ ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട്. ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണമെന്ന് മന്ത്രി പറയുന്ന ഒഴിച്ച മന്ത്രിയിലേക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കുടില ശ്രമങ്ങളാണിത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സർവകലാശാലയെ
കാവ്യവൽക്കരിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ചുവപ്പുവൽക്കരിക്കുന്നത്. സർവകലാശാലകൾ അറിവിന്റെ വിളനിലമാകണം. അതല്ലാതെ ഇവരെ ഏൽപ്പിച്ചിരുന്നാണ് സർ കാര്യം. മന്ത്രിക്ക് അധികാരമുള്ള. കഴിഞ്ഞ ദിവസം കൂടി ചോദിക്കുകയാണ്, ഈ സർവകലാശാല നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവരുമ്പോ മന്ത്രി അക്കാദമിക്കായിട്ട് എന്തെങ്കിലും മറുപടി പറ. പുച്ഛവും പരിഹാസമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അക്കാദമിക്കായിട്ട് വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ എത്ര സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുണ്ട്? അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ. ഇനി കേരളത്തിലെ എത്ര ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരുണ്ട്? മന്ത്രി അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ. ചോദ്യം ചോദിക്കുമ്പോ ഈ വൈകുന്നേരം റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുച്ഛം വാരി വിതർന്നല്ലാതെ അക്കാദമികായ ചോദ്യങ്ങൾക്ക് അക്കാദമിക്കായിട്ട് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കാണ് സാർ. കേരളത്തിലെ ക്യാമ്പസുകളെ, കേരളത്തിലെ സർവകലാശാലകളെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ആഫീസുകളാക്കാനും CITക്കാർക്ക് ഈ നീക്കത്തെ നമ്മൾ എന്ത് വില കൊടുത്ത് തടയണം. ബഹുമാനപ്പെട്ട ആർ ബിന്ദുവിനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിരവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേരയിൽ അടങ്ങിയിരിക്കുന്നത്. അവരോടുള്ള ബഹുമാനത്തിന്റെ പേരിലെങ്കിലും അങ്ങ് ഈ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ EK വിജയൻ ചുമതലപ്പെടുത്തി സർവതലസ്പർശിയായ വിധത്തിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുന്നത് തീർച്ചയായും നിർഭാഗ്യകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ, അതായത് 20 മുതൽ 24 വരെയുള്ള കാലയളവിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് 6000 കോടി രൂപയിലധികം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ 2718 കോടി രൂപ സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും കിഫ്ബിയിലൂടെ 1844 കോടി രൂപ 65 പ്രൊജക്ടുകൾക്കായിട്ട്, റൂസ വഴി 532 കോടി 158 പ്രൊജക്ടുകൾക്കായിട്ടും ഒക്കെ തന്നെ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ വരുത്തിയ മാറ്റങ്ങൾ മൂർത്തമായി നിൽക്കുമ്പോൾ അതിന്റെ അടിത്തറമേൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. സുഗമമായ നിലയിൽ നാം നടപ്പാക്കുന്ന ഈ പരിഷ്കാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളാണ് ഈ ബില്ല് നിർദ്ദേശിക്കുന്നത്. അതിനെ വെറുതെ പ്രോ ചാൻസലറിലേക്ക് കൊണ്ടുവന്ന് കെട്ടാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന യുവതലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത്. പ്രോ ചാൻസലറുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു, വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ ഇല്ലാതാകുന്നു എന്നൊക്കെയുള്ള രോദനങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നത്. അത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ അതോ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പ്രോ ചാൻസലറുടെ സെക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിരുത്തി വായിക്കുക. ഇപ്പോഴുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരു കാര്യവും അതിൽ പുതുതായിട്ട് ചേർത്തിട്ടില്ല. ചാൻസലറുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ പ്രോ ചാൻസലർ ചുമതലകൾ നിർവഹിക്കേണ്ടതാണ് എന്നാണ് മുൻപ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതെന്തൊക്കെയാണ് എന്ന് കൃത്യത വരുത്തുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. നേരത്തെ ബഹുമാന്യനായ ശ്രീ TV ഇബ്രാഹിം ഇവിടെ പറഞ്ഞു, ഇബ്രാഹിം മെമ്പറാണെങ്കിലും തങ്ങളാണെങ്കിലും അവരൊക്കെ സെനറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് വളരെ പണ്ടേ എനിക്ക് പരിചിതരായിട്ടുള്ള എൻ്റെ മാന്യ സുഹൃത്തുക്കളാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ പറഞ്ഞത് വിളിക്കാണ്ടാണ് ഞാൻ ആ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് എന്ന്. ഇത്ര ദീർഘകാലം പരിചയപ്പെട്ടിട്ടും ആളെ മനസ്സിലായിട്ടില്ലെങ്കിൽ കഷ്ടമാണ്. വിളിക്കാണ്ടൊന്നും പോണ ആളല്ല. അപ്പോൾ സെനറ്റ് യോഗത്തിൽ സെനറ്റിലൊരു അംഗാണ് പ്രോ ചാൻസലർ. നോട്ടീസ് നൽകി വിളിച്ചിട്ട് തന്നെ പോയതാണ്. അവിടെ പ്രോ ചാൻസലർക്ക് പങ്കെടുക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് ഒരു സെനറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക്. ആ നിലയിലാണ് പോയത്. അവിടെ കൃത്യമായിട്ട് ഒരു ഹയറാർക്കി നിൽക്കുമ്പോൾ ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലറാണ് അധ്യക്ഷത വഹിക്കേണ്ടത് എന്നുള്ള സംഗതി അവിടെ നിൽക്കുമ്പോൾ അത് വിവാദമാക്കാൻ നേരത്തെ ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നിയോഗിച്ച വൈസ് ചാൻസലർ അവിടെ അതൊരു വിവാദ വിഷയമാക്കാൻ മുൻകൈ എടുക്കുകയാണ് ഉണ്ടായത്. ചില വലതുപക്ഷ മാധ്യമങ്ങളും അത് വലിയ രീതിയിൽ പർവ്വതീകരിക്കാനുള്ള ശ്രമം നടത്തി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്താണ് പ്രോ ചാൻസലറുടെ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളത്. ചാൻസലറുടെ അഭാവത്തിൽ
പ്രോ ചാൻസലർക്ക് സെനറ്റ് യോഗത്തിലും കോൺവൊക്കേഷനിലും അധ്യക്ഷത വഹിക്കാം എന്നുള്ളതാണത്. നിലവിലെ സർവകലാശാല ചട്ടങ്ങളിലും ചാൻസലർ കഴിഞ്ഞാൽ പ്രോ ചാൻസലറാണ് വരുന്നത്. അതിന് താഴെയാണ് വൈസ് ചാൻസലർ. അപ്പോൾ വ്യക്തമായി നിർവചിക്കപ്പെട്ട അധികാരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉരുത്തിരിഞ്ഞു വരുന്നതല്ല. പ്രോ ചാൻസലർ എങ്ങനെയാണ് വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ ഇല്ലാതെയാക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നിലവിലെ സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ചും പ്രോ ചാൻസലർ തന്നെയാണ് വൈസ് ചാൻസലറുടെ മുകളിലായിട്ട് വരുന്നത്. മറ്റൊന്ന്, സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായാൻ മന്ത്രിക്ക് അധികാരമില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോൾ ഒന്നോർക്കണം, മൂന്നാമത് ഞങ്ങൾ വരൂല നിങ്ങൾ വരും എന്നാണല്ലോ നിങ്ങൾ പാടിയും കൊണ്ട് നടക്കുന്നത്. അപ്പൊ സർവകലാശാലയായിട്ട് ഒരു ബന്ധവും വേണ്ടേ? സർവകലാശാലയ്ക്ക് ഭൂരിഭാഗം 90% ഫണ്ടും നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. വരില്ലെന്നറിയാം, എന്നാലും പറഞ്ഞോട്ടെ, ഒരാശ്വാസം. അപ്പൊ ഈ 90% ഫണ്ട് ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാരിന് സർവകലാശാല വിഷയങ്ങളിൽ ഉയർന്നു വരുന്ന പരാതികളിൽ യാതൊന്നും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നിരവധി പരാതികൾ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിക്കാറുണ്ട്. ആ പരാതികളൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിനും കൂടി സഹായകരമായ വിധത്തിലുള്ള കാര്യങ്ങളാണ് ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ, അതല്ലെങ്കിൽ ഒരു അക്കാദമിക് വിദഗ്ധനെ ആണ് അത്തരം പരിശോധനകൾക്കായിട്ട് നിയോഗിക്കാൻ ബില്ലിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരും പ്രോ ചാൻസലറുടെ അധികാരങ്ങൾ വർദ്ധിക്കുന്നു, വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ ഇല്ലാതാകുന്നു എന്നൊന്നും ബേജാറാകേണ്ട ഒരു കാര്യമില്ല. ബേജാറാവണ്ട. വൈസ് ചാൻസലറുടെ പദവി അത് വളരെ ഉന്നതമാണ്, അക്കാദമികമായിട്ടുള്ള ഔന്നത്യമുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനമൊക്കെ. പണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ജോൺ മത്തായി വൈസ് ചാൻസലർ ആയിരിക്കും അങ്ങോട്ട് ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്ന് കാണാം എന്ന് പറഞ്ഞ EMS-ന്റെ പ്രസ്ഥാനമാണ് CPIM. വൈസ് ചാൻസലറുടെ വിലയൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. LDF ഗവൺമെന്റ് നിയോഗിച്ച വൈസ് ചാൻസലർമാര് പ്രൊഫസർ സാബു തോമസ്, പ്രൊഫസർ MV നാരായണൻ, പ്രൊഫസർ ജയരാജ്, പ്രൊഫസർ സജി ഗോപിനാഥ്, അതുപോലെ UR അനന്തമൂർത്തിയെ പോലുള്ള പ്രഗത്ഭമതികളെയാണ് LDF വൈസ് ചാൻസലറായിട്ട് നിയോഗിച്ചത്. എന്നാൽ UDF-ന്റെ ഭരണകാലത്ത് വൈസ് ചാൻസലറായി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി DCC പ്രസിഡന്റിനെ നിയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വേറൊരു വ്യക്തി മതിയായ ക്വാളിഫിക്കേഷൻസ് ഇല്ല എന്ന് കണ്ടുകൊണ്ട് കോടതി നിർദ്ദേശിച്ച പ്രകാരം സ്ഥാനത്തുനിന്ന് മാറ്റപ്പെട്ടു, MG യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ വൈസ് ചാൻസലർമാരുടെ ഉത്തരവാദിത്തവും അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ പൂർണ്ണമായ ബോധ്യമുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഞങ്ങളേത്. അവരുടെ വൈസ് ചാൻസലർമാരുടെ എമർജൻസി പവർ ഒന്നും ഇല്ലാതാക്കിയിട്ടില്ല. ഒരു 3-4 മിനിറ്റ് മതി. പക്ഷെ വൈസ് ചാൻസലറുടെ പവേഴ്സിനെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ രജിസ്ട്രാറിനെ കരാർ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് നിയമിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു രജിസ്ട്രാറെ സിൻഡിക്കേറ്റ് നിയമിച്ചിട്ട് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാറുണ്ടോ? ഒരു രജിസ്ട്രാറെയും അങ്ങനെ നിയമിക്കാൻ സാധിക്കില്ല. രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ ഇവരെയൊക്കെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടെ തന്നെയാണ് നിയോഗിക്കുന്നത്. അതുപോലെ പഠന ബോർഡുകൾ സിൻഡിക്കേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പാതകമാണ് എന്ന് പറയുന്നു. ഇക്കാലം അത്രയും പിന്നെ ആരാണ് പഠന ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ UDF ഭരിക്കുമ്പോഴും സിൻഡിക്കേറ്റ് തന്നെയല്ലേ പഠന ബോർഡുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇതൊക്കെ വളരെ മഹാപാതകം എന്നുള്ള പോലെ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ അതൊക്കെ തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യതയും വ്യക്തതയില്ലാത്ത ആളുകൾ വിശ്വസിച്ചേക്കും. പക്ഷെ കൃത്യമായ കാര്യം പരിശോധിക്കുന്നവർക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. ഏറ്റവും ഒടുവിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഈ സഭയിലെ പുതിയ മെമ്പർ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു വെർബൽ ഡയറിയ കാഴ്ചവെക്കുകയുണ്ടായി. നാലാംകിട
അതെ. യെസ്, പോയിന്റ് ഓഫ് ഓർഡർ. മിനിസ്റ്റർ, മിനിസ്റ്റർ. സാർ, ഒരു ബഹുമാനപ്പെട്ട അംഗം രാഘവ് മാക്കൂട്ടത്തിൽ പറ്റി വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയത്. വൈറൽ ഡയറിയ എന്നുമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. അദ്ദേഹം ഇവിടെ പ്രസംഗിക്കല്ലേ, രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ അദ്ദേഹം പുച്ഛവും പരിഹാസവും സാർ ആദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ 3 പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് രോദനം ഉയർന്നു എന്നാണ് പറഞ്ഞത്. രോദനം. അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനമാണോ? നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അപമാനിച്ചാൽ രോദനം എന്നാണ് പറഞ്ഞത്. രോദനം. ഇപ്പൊ രണ്ടാമത് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾ പിൻവലിക്കണം. ആ പ്രസ്താവന പിൻവലിക്കണം. ഈ അംഗത്തെ കുറിച്ച്, പുതിയ അംഗത്തെ കുറിച്ച് ബഹുമാനം പിൻവലിച്ചാൽ മതിയാവും. അത് വേണ്ട, പിൻവലിക്ക്. അവിടെ പോയിരിക്കും. പ്ലീസ് സീറ്റ് പോയിരിക്കൂ. പ്ലീസ് മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കൂ. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ഇവിടെ മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കൂ. സീറ്റ് പോയിരിക്കും. പറഞ്ഞ് അവസാനിപ്പിക്കൂ. എന്റെ മകന്റെ പ്രായമുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം കേട്ടോ. അത് വേറെ ആളെ നോക്കിയാൽ മതി. മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കൂ. അതായത് അല്ല, ഈ നാലാം കിട കുശുമ്പും നുണയും കൂട്ടിച്ചേർത്താണ് ഇവിടെ പ്രസംഗിച്ചത്. നാലാം കിട കുശുമ്പും നുണയും കൂട്ടിച്ചേർത്താണ് പ്രസംഗിച്ചത്. നിയമസഭയിൽ സീറ്റ് പോയിരിക്കട്ടെ. ഒരു സീറ്റ് പോയിരിക്കൂ. നിങ്ങൾ സീറ്റിൽ പോയിരിക്കൂ. നിങ്ങൾ അവരവരുടെ സീറ്റിൽ പോയിരിക്കൂ. ബഹുമാനപ്പെട്ട സർ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ വയ്യാത്ത വാക്കാണ്. അവരന്നിട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരിപ്പോഴും പറയുന്നത്. സാർ, ഞങ്ങൾ ഈ സഭ ബഹിഷ്കരിക്കുകയാണ്. ഇവരുടെ ഈ വർത്തമാനം ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ വീണ്ടും ചെയറിനോട് ആവശ്യപ്പെടുകയാണ്. ഇവര് നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് പോടാ ചെറുക്കാന്നാണ് പറഞ്ഞത്. ഈ മന്ത്രി, നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ നിങ്ങളെ യോഗ്യത. ആ സ്ഥാനത്ത് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു സഭാ നടപടി. മിനിസ്റ്റർ പ്ലീസ് ഇരിക്കൂ. ലിൻഡോ ജോസഫ് ഇരിക്കൂ. ജനീഷ് ശാന്തകുമാരി ഇരിക്കൂ. മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കൂ. അപ്പൊ കാലത്തിനനുസൃതമായ പുതിയ സംവിധാനങ്ങൾ വരുമ്പോ അതിനുവേണ്ടി സ്വാഭാവികമായും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നിയമങ്ങളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. മാത്രമല്ല, പണ്ടേ നിലനിൽക്കുന്ന നിയമങ്ങളിൽ പല രൂപത്തിലുള്ള ജടിലതകളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. നിരന്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരും അഭിപ്രായപ്പെടുന്ന നിർദ്ദേശങ്ങൾ, അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ്
ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ അവകാശ പ്രഖ്യാപനം കൂടി ഉൾച്ചേരുന്ന ഒരു നിയമനിർമ്മാണം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ ബില്ല് പാസാക്കി തരണമെന്ന് സഭയോട് സവിനയം അഭ്യർത്ഥിക്കുകയാണ്.